അങ്ങനെ കഷ്ടപ്പെട്ട് കാട്ടുവള്ളി പറിച്ചെടുത്ത് വലിയൊരു വീടുണ്ടാക്കി. അല്ലെന്ന്, പിന്നെ കൊരങ്ങച്ചൻ. എന്നിട്ട് മതി, വാ വാ വാ. ഞാൻ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും കൂടെ കിടന്നോളാം. ആ കുശാലായി. എന്നിട്ട് വേണം മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും പള്ളക്കിട്ട് ചവിട്ടാൻ. ഞാൻ ചവിട്ടില്ല. ചവിട്ടില്ല. ഓ, അവൻ ഇവിടെ കിടന്നോട്ടെ ശ്യാമളെ. വേണ്ടമ്മേ, ഉറക്കില്ല രണ്ടാളെയും. ഞാൻ ഉറക്കും. അല്ലേ മുത്തശ്ശ? പിന്നെ ഉണ്ണി പറഞ്ഞാലനുസരിക്കണം. മോൻ ചെല്ല്, നല്ല കുട്ടിയല്ലേ. ശരി. ഗുഡ് നൈറ്റ് മുത്തശ്ശ. ഗുഡ് നൈറ്റ്. അതൊക്കെ ഗുഡ് നൈറ്റ് മുത്തശ്ശി. ഗുഡ് നൈറ്റ്. അപ്പൊ ബാക്കി കഥ നാളെ കേട്ടോ മുത്തശ്ശ. ഓ ഉത്തരവേ. എന്തു നുണക്കഥയായിരുന്നു. മുത്തശ്ശനും കൊച്ചുമോനും കൂടി ഒരങ്ങച്ചൻ വീടുണ്ടാക്കിയ കഥ. ഓ, കാടുവെട്ടി വീടുണ്ടാക്കിയിട്ടേ എന്റെ പൂപ്പ നാട്ടിലെന്തിന് ചാടി നടപ്പൂ നീ. കുടിക്കേ. അയ്യോ, മുഴുവനും കുടിച്ചല്ലേ? സന്തോഷായില്ലേ? പിന്നെ സന്തോഷം കൊണ്ട് എന്റെ കണ്ണങ്ങ് നിറഞ്ഞു പോയി. എന്നാ ഈ ഗ്ലാസ് മുടങ്ങ് തിന്നു. അയ്യോ വേണ്ട, വായ മുറിയും. അയ്യോടാ, ഒരു തുള്ളി പോലും ബാക്കി വെക്കാതെ മുഴുവനും ഒന്ന് കുടിച്ചു. പകുതി എനിക്കാണോന്നൊന്ന് അറിഞ്ഞോളേ. അയ്യോ ഞാൻ മറന്നു കേട്ടോ. ഇതുവരെ ഒന്നും പങ്കിട്ട് ശീലമില്ലാത്തോണ്ടാ. സോറി. ഇന്നത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു. നാളെ മുതൽ മറന്ന എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. പേടിച്ചോ? ഇല്ല, പേടിക്കുമായിരുന്നു. എന്തിനാ ഇങ്ങനെ വേറൊരാള് കുടിച്ച എന്റെ പാതി കുടിക്കണേ? വേറൊരു ഗ്ലാസ് എടുത്ത് അതിൽ കുറച്ച് പാലൊഴിച്ച് സ്വയം കുടിക്കാലോ. നിങ്ങൾ പറഞ്ഞു കേട്ടില്ലേ? ഇന്നു മുതൽ നമ്മൾ രണ്ടല്ല, ഒന്നാ. സുരേന്ദ്രൻ പാതി, ഈ സ്വയംപ്രഭ പാതി. താൻ പാതി, ദൈവം പാതി. അങ്ങനെ തന്നെ. സുഖമായാലും ദുഃഖമായാലും പങ്കുവെക്കാൻ ഇന്നു മുതൽ സുരേട്ടൻ ഒരാളും കൂടിയുണ്ട്. ഈ സ്വയംപ്രഭ, സ്വയംപ്രഭ സുരേന്ദ്രൻ. എന്റെ സ്വയം സ്വയം. സുരേട്ടാ, സുരേട്ടാ, സുരേട്ടാ. അയ്യോ, ആരായി പാതിരാക്കിയേ? മാലാഖമാരും ദേവതമാരും. അയ്യോ, അതല്ല ചോദിച്ചത്. പുറത്ത് കോളിപ്പല്ലടിക്കുന്ന കേട്ടില്ലേ? അയ്യോ, അതിവിടുത്തെ മൂന്നാമത്തെ വേന്ദ്രനാ. ആരാ? രാജേന്ദ്രനോ? തോന്നുമ്പോ വരും, തോന്നുമ്പോ പോവും. സ്വയം വായിലുറന്നു കൊടുക്ക. പിന്നെ അച്ഛനും കൊടുത്തോലെ നല്ല 2 ഡോസ് അവനും കൊടുത്തേക്ക. സ്വയംപ്രഭ. ഏട്ടത്തിയമ്മ. കേറാൻ വരട്ടെ. ഇപ്പൊ സമയം എത്ര ആയെന്നറിയോ? അതെ, കോളേജ് വിട്ടിട്ട് എവിടെ ചുറ്റി നടക്കായിരുന്നു? ഇത് കോടതിയൊന്നുമല്ലല്ലോ. എന്ന് കഴിഞ്ഞ് തോന്നുമ്പോ ഒന്ന് കയറാന്നു. പിന്നെ ഈ ഏട്ടത്തിയമ്മയാണെന്നുള്ള അധികാരം എന്നോട് കാണിക്കണ്ട. എന്നെ അങ്ങനെ ആരും ഭരിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. അയ്യോ വേണ്ടായേ. പക്ഷെ ഞാനും എന്റെ ഭർത്താവും കൂടെ ഒരു കുടുംബമായിട്ട് താമസിക്കുന്ന സ്ഥലമായത്. പച്ച പാതിരാക്കി വന്ന് ഇങ്ങനെ കിറോന്ന് ബെല്ലടിക്കുന്നതേ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. മാത്രമല്ല, പ്രായമായ ഒരു മനുഷ്യനെ ഉറക്കത്തിൽ ഉപദ്രവിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. ഇന്നത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു. നാളെ മുതൽ 10 മണിക്ക് മുമ്പ് എത്തിയില്ലെങ്കിൽ വരാന്തേ കിടക്കേണ്ടി വരും. കേറിയേട്ടാ. അതെ, സുഖമായിട്ട് കയ്യും വീശി അങ്ങ് പോവാണോ? എന്നാ വാതിലടച്ച് കുറ്റിയിട്. ചെല്ലേ. നല്ല കക്ഷിയാ. എനിക്ക് എക്കണോമിക്സിലെ ട്യൂഷൻ എടുക്കാന്ന് പറഞ്ഞ് മുങ്ങിട്ട് ഞാൻ പൊട്ടേടി. അയ്യോ, നിൽക്കുന്നോണ്ട് വിരോധമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടല്ല. എന്തിനാ വിളിച്ചത്? കാര്യമുണ്ട്. രാധികയുടെ അച്ഛൻ എന്നോട് ഇങ്ങനെ ചതി കണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? ചതിയോ? ഓൾറെഡി വീട്ടിലൊരു ജുരാസിക് ഉള്ളവരറിയാലോ. അതിന്റെ കൂട്ടത്തിൽ ഒരു ഹിപ്പോപ്പൊട്ടാമസിനെ കൂടെ കൊണ്ടു നടക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? ചിരിക്കണ്ട, ഞാൻ കാര്യമായിട്ട് പറഞ്ഞു തന്നെ.
10 മണി കഴിഞ്ഞ വീട്ടിൽ കേട്ടില്ല അത്രേ. വാണിങ്ങി എന്നിരിക്കേ. നന്നായി പോയി. നിങ്ങളെയൊക്കെ ചട്ടം പഠിപ്പിക്കണമെങ്കിലേ ഇങ്ങനെ ഒരാളില്ല, അത് പറ്റില്ല. പക്ഷെ എന്റെ തനി സ്വഭാവം അവർക്കറിയില്ല. അധികം ഭരിക്കാൻ വന്നാലേ ഏട്ടത്തമ്മയാണെന്ന് നോക്കൂല. അവരൊരു പാവാന്ന് അച്ഛൻ പറഞ്ഞേ. അല്ലെങ്കിൽ രാധിയുടെ അച്ഛൻ ആരാ പാവം അല്ലാതെ? രാജേട്ടനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പൊയ്ക്കൂടെ? എത്ര കാലം വെച്ചാ നിങ്ങൾ ഇങ്ങനെ അച്ഛനും മക്കളും ലോഡ്ജ് താമസിക്കുന്ന പോലെ ഇങ്ങനെ കഴിയണേ? അല്ല, എന്റെ ട്യൂഷന് പ്രശ്നം എന്തായി? ഞാൻ പറഞ്ഞിരുന്നു പറഞ്ഞല്ലോ. എപ്പോ? എക്സാം കഴിഞ്ഞിട്ടോ? അത് പിന്നെ ഇന്ന് തന്നെ തുടങ്ങിയാലോ? ഇന്നോ? ആ. എന്താ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഭൂതോദയം? കാര്യമുണ്ട്. ട്യൂഷൻ എന്റെ വീട്ടിൽ വെച്ചാ ഇപ്പൊ പൊട്ടാമസിട്ട് കൊട്ടു കൊടുക്കാൻ ചിലപ്പോ ഒരു ചാൻസ് കിട്ടുകയും ചെയ്യും. അയ്യോ, ഉടക്കാനാണോ? അതൊക്കെ പറയാം. തമ്പാ വാ. എന്താടാ അവിടെ തന്നെ പറഞ്ഞേ? കേറി വാ. പേടിക്കണ്ട, ഇരിക്കുക. അവര് വന്ന് എന്തെങ്കിലും പറയും, അതിനു വേണ്ടി തന്നെ ഞാനും കാത്തിരിക്കുന്നത്. ഇരിക്ക. എന്തായാലും എക്കണോമിക്സിന് തന്നെ പാസ്സായി കിടക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പോരെ? എന്താ ഏതായി കുട്ടി? അത് നിങ്ങൾ അറിയണ്ട. എന്റെ മുറിയിൽ പലരും വരും പോവും. നമ്മൾ നമ്മുടെ കാര്യം നോക്ക്. ആഹാ, അത് ശരി. ആഹാ, അങ്ങനെ വരികയും പോവുകയും ചെയ്യാനേ ഇത് സത്രമൊന്നുമല്ല. അടുത്ത മുറിയിൽ മാനമര്യാദയായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ കുടുംബനാഥയാണ് ഞാൻ. എനിക്കറിയണം. അയ്യോ ചേച്ചി, ഞാൻ മേനോന്റെ മോളാ. ഓ, രാധിക. അതെ, രാജേട്ടൻ ട്യൂഷൻ എടുത്തു തരാന്ന് പറഞ്ഞുകൊണ്ട് വന്നാ. ആണോ? അതിന് പറ്റിയ സ്ഥലം ഇവിടെ വേറെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഡ്രോയിങ് റൂമിലിരിക്കാം, ഇല്ലെങ്കിൽ ഡൈനിങ് ഹാളിലിരിക്കാം. ഇതൊന്നും അല്ലെങ്കിൽ പിന്നാമ്പുറത്തെ മരച്ചുവട്ടിലിരിക്കാം. അവിടെ ആവുമ്പോ നല്ല കാറ്റും കിട്ടുമല്ലോ. അല്ലാതെ ഈ മുറിയിൽ അടച്ചിട്ടിരുന്ന് പഠിച്ച ശ്വാസം മുട്ടും മോളെ. അതെ, ഞങ്ങൾക്ക് ശ്വാസം മുട്ടൊന്നുമില്ല. നിങ്ങൾക്കല്ല, എനിക്ക് ശ്വാസം മുട്ടും. ചേടാ, ഞങ്ങളുടെ മുറി ഇരിക്കുന്നത് നിങ്ങൾക്ക് എന്തിനാ ശ്വാസം മുട്ടുന്നത്? അത് പറഞ്ഞുതരാം. അതെ, ഈ പനിയും തീയും കൂടെ ഒരു മുറിയിൽ അടുത്തടുത്തിരുന്നാ പേടിക്കണം. എപ്പോഴാ കത്തുകയെന്ന് അറിയത്തില്ലല്ലോ. അപ്പോഴേ അധികം വാചകം നടിക്കണ്ട. എന്നെ സമയത്തോളം നിങ്ങൾ ഈ വീട്ടിലെ വെറും ഒരു അടുക്കളക്കാരി മാത്രമാണ്. കൂടുതൽ ഭരിക്കാനൊന്നും വരണ്ട. മൈൻഡ് യുവർ ഓൺ ബിസിനസ്. ഷുവർ, ഐ ഷുഡ് മൈൻഡ്. ഐ വിൽ മൈൻഡ്. യു വേണ്ടായിരുന്നു. വേണം. വന്നു തുടങ്ങിയ ഒരാളാവല് വിടില്ല ഞാൻ. രാധേ ഇരിക്കെ. ഇരിടോ. മോളെ, തമ്പി വന്നില്ലേ? ഇല്ല, ഇപ്പോഴെത്തും. വെറുതെ എത്ര നേരം പറഞ്ഞാ വീട്ടിലിരിക്കുക? എന്തെങ്കിലും ഒന്ന് വർത്താനം പറഞ്ഞിരിക്കാൻ ഒരാള് വേണ്ടേ? പാറൂട്ടിക്കാണെ അധികം നേരം കൂടിരുന്ന് വർത്താനം പറയാൻ ഒരു ചമ്മല. മരുമക്കള് കണ്ടാ എന്താ വിചാരിക്കാന്നും പറഞ്ഞു. എന്താ നിനക്കൊരു വല്ലായിക? അയ്യോ, ഒന്നുമില്ല. എനിക്ക് അടുക്കളയിൽ ഇത്തിരി പണിയുണ്ടായിരുന്നു. എന്നാ പോയിക്കോ, ഞാനിവിടെ ഇരുന്നോളാം. തമ്പി ഇപ്പൊ എത്തൂലോ. ഞാൻ പോട്ടെ രാജേട്ടാ, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണില്ല. അവരെ പേടിച്ചിട്ട്? അതുകൊണ്ടല്ല, വീട്ടിൽ പറഞ്ഞിട്ടില്ല. ശരി. മിണ്ടി പോകരുത്, ഉന്നളെ ഞാൻ. അച്ഛന്റെ കാലം കഴിഞ്ഞു, ഇനി എന്തുവാന്ന് വിചാരിച്ചു അല്ലേടി? എന്താ? എന്താന്നോ ചോദിച്ചു പുന്നാരമോളോട്. കെട്ടിയോണെങ്കിൽ രാവിലെ പുറത്തേക്ക് പോണത് കോളേജിലേക്കാണോ അതോ? ഞാനൊരു തെറ്റും ചെയ്തില്ല. എക്കണോമിക്സിന് ട്യൂഷൻ എടുക്കാതെ രാജേട്ടൻ പറഞ്ഞപ്പോ പോയതേ ഉള്ളൂ. വാതിൽ അടച്ചിട്ട് നാളെ ട്യൂഷൻ എടുക്കണേ? അത് പ്രപഞ്ചിച്ച് ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി വെറുതെ ചെയ്ത. രാജേട്ടൻ ഇതുവരെ മോശമായിട്ടൊരു വാക്ക് പോലും എന്നോട് പറഞ്ഞിട്ടില്ല. ആദ്യമായിട്ട് കാണണമെന്നല്ലോ, ഓർമ്മ വെച്ച കാലം പോലെ രാജേട്ടനെ കാണണല്ലേ. പ്രപഞ്ചിച്ച് അവിടെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചൂടെ? നോക്കൂത്തിയപ്പോൾ ഇരിക്കണല്ലോ ഞാനിവിടെ. അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? ഇപ്പോഴത്തെ യുകെജിലെ പിള്ളേർക്ക് ഹോംവർക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ബാക്കിയുള്ള കിടന്ന് മുട്ടയിടുക. പിന്നെ അച്ഛന് ഇവർക്ക് എന്ത് പറഞ്ഞു കൊടുക്കാനാ? ഓ, അച്ഛാ, പണ്ടത്തെ കാലമൊന്നുമല്ല. കോളേജിൽ പഠിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ സംശയം ചോദിക്കുന്ന പറയുന്ന വലിയ ആന കാര്യമൊന്നുമല്ല. എന്തായാലും പാർക്കിലും ബീച്ചിലേക്കൊന്നും അല്ലല്ലോ പോയത്, തമ്പിസാറിന്റെ വീട്ടിലേക്കല്ലേ. അവിടെയാണെങ്കിൽ പ്രഭചേച്ചി ഉണ്ടായിരുന്നു. രാധിക നമുക്കറിഞ്ഞൂടെ? അച്ഛൻ തന്നെ അവളിങ്ങനെ മോശമാക്കാന്ന് വെച്ചാ. തീർന്നോ? തീർന്നോ? ഉണ്ടേ പറ. ഇനി ഏതെങ്കിലും ഞാൻ ചൊല്ലി പത്ത് വെച്ചിട്ടുണ്ടോ? പറ. മെന്നെ വരൂ.
ഇങ്ങനെ ബഹളം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ ഒരു ചെറുപ്പക്കാരനെ മുറി നിറങ്ങി വരണണ്ട, പൂട്ട് തൊടണം. തന്റെ മക്കള് തന്നോടായ താനെന്ന് വിളിക്കണമെന്നാ പറയാ. ദേ, അവള് നമ്മുടെ കുട്ടിയല്ലേ. ഇങ്ങനൊരു തെറ്റ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? അടിച്ചോ? കഷ്ടായി. മോളെ, രാജേന്ദ്രൻ ചീത്തയാണെന്നല്ല അച്ഛൻ പറഞ്ഞത്. നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മൾ സൂക്ഷിക്കണം. നിനക്ക് പറഞ്ഞു തരാനുള്ള പഠിപ്പൊന്നും അച്ഛനില്ല. പഴയ മെട്രിക്കുലേഷനാ. നാട്ടുകാരെ കൊണ്ട് അതും ഇതൊന്നും പറയിപ്പിക്കാൻ ഇടവരുത്താതെ കൊള്ളാവുന്ന ഒരുത്തന്റെ കൂടെ നിന്നെ പറഞ്ഞയച്ചിട്ടേ വിളിക്കാവൂന്ന് പ്രാർത്ഥിച്ച് അടക്ക അച്ഛൻ. നിങ്ങൾ രണ്ടാളും കൂടി മുറിയിൽ നിന്ന് ഒരുമിച്ചിറങ്ങി വരണത് കണ്ടപ്പോ എന്റെ ചങ്കൊന്ന് പാളി. എന്തൊക്കെയോ വേണ്ടാതെ ഞങ്ങൾ ഓർത്തു. മോള്, അച്ഛൻ മാപ്പ് തരണം.